നമസ്കാരം. സിതാരാം മോൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഹോപ്പോനോപോണോ പ്രേയറിനെ കുറിച്ച് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. ആ ഒരു ടെക്നിക്സിനെ കുറിച്ച് ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോണ്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കും നേടാം ഗജകേസരി യോഗം. എന്താണല്ലേ ഗജകേസരി യോഗം? എന്താണ് ഗജകേസരി? നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുണ്ട് ഗജകേസരി യോഗം. അതെ, നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലേ, എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും ഉന്നതിയിലെത്തി നിൽക്കുന്ന ആ യോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും? ഇത് ഒരു പ്രത്യേക കുറച്ച് ആളുകൾക്കോ അവരുടെ ജാതകത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന യോഗമൊന്നുമല്ല. നമുക്കും നേടാൻ സാധിക്കും കൃത്യമായ രീതിയിലുള്ള പ്രാക്ടീസിലൂടെ. അപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ ആനയെ കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് ആനയുടെ പ്രത്യേകത? ഭൂമിയിലെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന, അല്ലേ? പക്ഷേ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആനയെ അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എന്ത് ചെയ്യും അവർ? കാട്ടിലുള്ള ആനയല്ല ഞാൻ പറയുന്നത്, നമ്മൾ വളർത്തുന്ന ആനയെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മെരുക്കിയെടുക്കുന്നത്, നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരുന്ന ആനയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലവിധ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അതിനെ ചങ്ങലക്കിട്ട് അവിടെ വളർത്തിക്കൊണ്ടുവരും. അതിന് വേണ്ട സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അപ്പം ചെറുതായിരിക്കുമ്പോൾ മുതൽ ഈ ആന ചങ്ങലയിലാണ്. അപ്പം അത് വളർന്ന് വലിയൊരു ആനയായി കഴിഞ്ഞാലും ഈ ആനയുടെ വിശ്വാസം എന്താണ്? ഞാൻ ചങ്ങലയിലാണ്, എന്നെ ഈ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കാതെ എനിക്ക് നടക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാനോ സാധിക്കില്ല. ഇത് ചെറുതായിരിക്കുന്നത് മുതൽ ആനയിൽ വളർന്നു വന്ന വിശ്വാസമാണ്. അതവിടെ പതിഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് അവിടെ പതിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആന എന്ത് ശക്തിശാലിയാണല്ലേ. ആനയൊന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ശക്തി പ്രയോഗിച്ച് നോക്കിയാൽ ചങ്ങല പൊട്ടിച്ച് പുറത്ത് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആന ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് വിശ്വാസം. ലിമിറ്റിംഗ് ബിലീഫാണ്. എന്നെക്കൊണ്ടത് സാധിക്കില്ല, എൻ്റെ പാപ്പം വന്ന് ഇത് കെട്ടഴിച്ച് വിട്ടാൽ മാത്രമേ എനിക്ക് പുറത്ത് പോകാൻ സാധിക്കൂ സ്വതന്ത്രമായി എന്ന്. അങ്ങനെയാണ് നമ്മൾ, അല്ലേ? എന്നിട്ടോ ഈ ആനയെ ഈ പാപ്പാൻ പറഞ്ഞ് മെരുക്കി ശീലിപ്പിച്ചെടുത്തതുപോലെയല്ലേ ആന ട്രെയിൻ ചെയ്യുന്നത് പോലെയല്ലേ ആന ചെയ്യുള്ളൂ, അല്ലേ? ഇടത്തോട്ട് തിരിയാൻ, വലത്തോട്ട് തിരിയാൻ. അപ്പോൾ നമുക്ക് വലിയൊരു മസ്തിഷ്കമുണ്ട്, അല്ലേ? പക്ഷേ ഈ മസ്തിഷ്കത്തെ ആരാണ് ട്രെയിൻ ചെയ്യുന്നത്? അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പം മുതലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് കൊണ്ട് നമ്മൾ അവിടെ ഒരുപാട് വിശ്വാസങ്ങൾ അവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്, എന്നെക്കൊണ്ട് ഇതേ സാധിക്കൂ. ലിമിറ്റിംഗ് ബിലീഫ്, ലിമിറ്റേഷൻസ് കൊടുത്തുകൊണ്ട് എനിക്കിതേ ചെയ്യാൻ സാധിക്കൂ, ഞാനിങ്ങനെയാണ്. അല്ല. അപ്പോൾ ഒരു പാപ്പാനെ പോലെ നമ്മൾ നമ്മളെ മസ്തിഷ്കത്തെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്? അതിനാണ് പല വിധത്തിലുള്ള ടെക്നിക്സ് ഉള്ളത്. പല രീതിയിൽ. ചിലർക്ക് വേറൊരു ടെക്നിക്കായിരിക്കും ഫലിക്കുക, ചിലർക്ക് വേറെ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ സമയം കൊണ്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ ദിവസത്തിൽ നാം പ്രാക്ടീസ് ചെയ്ത്, റിപ്പീറ്റേഷനാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും കീ. അതിനെ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് പ്രവർത്തിക്കും. നമുക്കെന്തും നേടിയെടുക്കാനുള്ള ഗജകേസരി യോഗം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നിർമ്മിക്കുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ചിന്ത പോലെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സങ്കല്പം പോലെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം എന്നതാണ്. അതിന് ഒരു പലവിധ മാർഗങ്ങളുണ്ട്. അത് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ അത്രത്തോളം അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനാണ് നമ്മൾ 21 ദിവസത്തെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് കൊടുക്കുന്നത്. ഇതിൽ 21 ദിവസം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായൊരു മെൻറ്ററുടെ സഹായം
കൂടിയേ തീരൂ. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, പിന്നീട് നിങ്ങൾക്ക് മടിയായിരിക്കും, നിങ്ങൾ ചെയ്യില്ല. അതിനാണ് ഒരു മെൻറ്റർ, ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കുള്ളത്. അതിനാണ് നമ്മൾ 21 ദിവസത്തെ കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അപ്പം ഈ ഒരു ചെറിയ ചെറിയ പ്രാക്ടീസുകളോട് നിങ്ങൾക്ക് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തുടർച്ചയായ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. എങ്ങനെയൊക്കെ നേടിയെടുക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. 1, അഫർമേഷൻ. റിപ്പീറ്റ് ചെയ്തുള്ള പോസിറ്റീവായ അഫർമേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ പരിശീലിപ്പിക്കാം. 2, ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക്. 3, ഹോപ്പോണോപ്പോണോ പ്രയർ. വളരെ എഫക്റ്റീവാണ്. ഇതിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പാസ്റ്റ് ടെൻസിൽ കൊടുക്കാതെ പ്രസൻറ്റ് ടെൻസിൽ കൊടുക്കുക. ഉദാഹരണം, ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഞാൻ പൂർണ്ണമായും ശാരീരിക മാനസിക ആരോഗ്യം നേടി എന്നല്ല, നേടും എന്നുമല്ല, നേടുന്നു. പ്രസൻറ്റ് ഫോമിലേക്ക് കൊടുക്കുക. ഒപ്പം പൂർണ്ണമായ വിശ്വാസം, ലിമിറ്റിംഗ് ബിലീഫ് അവിടെ നിന്ന് എടുത്ത് കളയുക. പൂർണ്ണമായ വിശ്വാസം. എന്ത്? ഞാനിതാണ്, ആയിരുന്നു, ആകും എന്നല്ല, ഞാനിതാണ്. കൂടെ വിത്ത് ഇമോഷൻസ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഹാപ്പി ആയിരിക്കുന്ന ഇമോഷൻസ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ 1, 2 ദിവസം ചെയ്ത് നിർത്തരുത്. ബ്രെയിനാണ്, നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞതും ശീലിച്ചതുമായ ബ്രെയിൻ അവിടെ വിശ്വാസമായി കിടക്കുകയാണ്. ഈ നിങ്ങൾ ഒരു ചെറിയ അഫർമേഷൻ പോലും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ തലച്ചോറിലെ ബ്രെയിനിലെ ന്യൂറോൺസുകൾ തമ്മിൽ അവിടെ ഫയർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ, മെരുക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. ആനയെ മെരുക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിനെയാണ് മെരുക്കുന്നത്, ചില്ലറ കാര്യമല്ല. മനസ്സാണല്ലോ, മനസ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. കൃത്യമായ പരിശീലനം നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 21 ദിവസത്തെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സിൽ പങ്കെടുക്കുക. മാറ്റം അനുഭവിച്ചറിയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ ടെക്നിക്സും ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.